ഹലോ. അപ്പോൾ നമ്മുടെ നീ ജേർണിയിൽ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനത്തെ കുറച്ച് കാര്യങ്ങളൂടെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ ടീച്ചർ. തേർഡ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞേ, ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒഴിവാക്കി നമുക്കൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തു നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് വരും, നമ്മുടെ കൺട്രോളിലല്ലാത്ത ഡിസ്ട്രാക്ഷൻസ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതൊരു വലിയൊരു ഘടകമാണ്. എൻ്റെ അടുത്ത് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴത്തേനുമാണ് ഒരു കല്യാണം വന്നത്, കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ല, അപ്പോഴത്തേനുമാണ് വീട്ടിൽ ഗസ്റ്റ് വന്നത്, ഇത്ര അടുത്ത റിലേറ്റീവ്സാണ്, നമുക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ നിന്ന് പഠിക്കുന്നവർക്കാണ് ഈ ഒരു പ്രോബ്ലം മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യം പറയുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഓക്കെ. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന, ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എത്ര വർക്കൗട്ട് ആകുമെന്നുള്ള എനിക്കറിയില്ല, ബട്ട് അതൊരു നല്ലൊരു സംഭവം, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു, ഓക്കെ. അത് വേറൊന്നുമില്ല, എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ടാർഗറ്റ് അല്ലെങ്കിൽ എന്താണ് ആ ഗോൾ എന്നുള്ളത് ഉണ്ടാവും, ഓക്കെ. ഇപ്പം ഈ 2025 എനിക്ക് ഇത്ര റാങ്ക് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഗോൾ, ഓക്കെ. അപ്പോൾ ആ ഒരു ഗോൾ ഇങ്ങനെ ഇടയ്ക്ക് ആ കുട്ടീനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഓക്കെ. ഇങ്ങനെ അതായത് നമ്മുടെ മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്, ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളടുത്ത് തന്നെ പലതവണ പറയുമ്പോഴത്തേനും നമ്മളെ പിന്നീട് ഇവിടെ നിന്നെടുത്ത് ഉഗാണ്ടയെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലി തന്നാലും നമ്മുടെ എന്താ പറയുക, ഒരു ബ്രെയിൻ്റെ ഒരു പാർട്ട് നമ്മുടെ നീറ്റ് 2025 ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മൾ ആ ഒരു റിയാലിറ്റി വിട്ട് നമ്മൾ പോകത്തില്ല. നമ്മൾ എത്ര ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ എത്ര ഡിസ്ട്രാക്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ എത്ര എന്താ പറയുക, ഏതൊരു വികാരാവസ്ഥയിൽ നമ്മൾ നിൽക്കുവാണെങ്കിലും നമ്മുടെ ബ്രെയിൻ്റെ ഒരു പാർട്ട് റിയാലിറ്റി ഫേസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവും, ഓക്കെ. അതായത് നിങ്ങൾക്ക് എത്ര ഡിസ്ട്രാക്ഷനിലോട്ട് പോകത്തില്ല, പക്ഷേ എങ്കിലും അവിടെ നിന്ന് ഒറ്റയടിക്കാൻ തിരിച്ചു വരാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളും ചെയ്യാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ ചുമ്മാ ഇരുന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഇത്രയാണ് എൻ്റെ റാങ്ക് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോളേജിലാണ് പഠിക്കാൻ എനിക്ക് ആഗ്രഹം, ഞാൻ ഈ വർഷം ഈ കോളേജിൽ ഞാൻ കയറും, ഞാൻ ഇത്ര മാർക്ക് മേടിക്കും, എനിക്ക് ഇത്ര റാങ്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ആൻഡ് അത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പ്ലാക്ക് ആയിട്ടിരിക്കും എന്ന് പറയുമ്പോൾ അതിങ്ങനെ ബിൽഡ് ചെയ്ത് അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ എന്ത് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ വന്നാലും നിങ്ങളത് ഡിസ്ട്രാക്ഷനായിട്ട് തോന്നത്തേയില്ല, നിങ്ങൾ വളരെ വേഗം തിരിച്ചു വരും, ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്നത്. ഇത് ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊക്കെ തോന്നും, പക്ഷേ യെസ്, ഞാനിത് ലൈവായിട്ട് കണ്ട കാര്യമാണ്. ആൻഡ് എനിക്കിതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ വളരെ എന്താ പറയുക സന്തോഷമാണുള്ളത്. കാരണം ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഓക്കെ. ഇതിനിടയിൽ ഞാനൊരു 2 മിനിറ്റ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുകയാണ്. നിങ്ങൾക്ക് പല കുട്ടികൾക്കും അറിയാമായിരിക്കും, ഞാനൊരു ബയോളജി കോഴ്സ് എടുക്കുന്നുണ്ട്, അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ ബൈ ഡോക്ടർ ഗോപിക. അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഓരോ വീക്കിലത്തേക്കും ഓരോ മന്തിലത്തേക്കും നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാകും. ആ ടൈം ടേബിൾ നിങ്ങൾ ഓരോ ദിവസവും ഫോളോ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സസിനെ പറയുകയാണെങ്കിൽ നമ്മൾ നിമോണിക്സും കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വരുന്നൊരു ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കാണാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് കോൺടാക്ട് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇനി ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് പിന്നെയുള്ള വീഡിയോസിൽ അത് ഡിസ്കസ് ചെയ്യാം. മെയിൻറ്റെയിനിങ് സ്ലീപ്പ് സൈക്കിൾ, അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ചില കുട്ടികൾ ഇപ്പോൾ കുറച്ചധികം ടൈം ഉണ്ടല്ലോ, 8-9 മാസം സമയം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചധികം നേരം ഉറങ്ങുന്നവരായിരിക്കും, എക്സാമിനോട് അടുപ്പിച്ച് ഉറക്കം കുറയ്ക്കുന്നവരുമാണ്. ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എത്ര മണിക്കൂറാണ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ ഉറങ്ങണമെന്നുള്ളത് ഫിക്സ് ചെയ്ത് ആ ഫിക്സഡ് അവേഴ്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. 11 to 7 അല്ലെങ്കിൽ 12 to 7 അങ്ങനെ എത്ര മണിക്കൂർ വേണമെന്നുള്ളത് ഫിക്സ് ചെയ്യുക, അതിനനുസരിച്ച് ടൈം ഫിക്സ് ചെയ്യുക. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, ഓക്കെ. ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു ഡിസിപ്ലിനാണ് ഇതൊരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഉറക്കം അല്ലെങ്കിൽ കൂടുതൽ ഉറക്കം ഇതൊന്നും പാടില്ല, പ്രോപ്പർ ഉറക്കം, അതാണ് നമ്മുടെ ആവശ്യം, ഓക്കെ. കൂടുതലൊന്നും അധികമായാൽ അമൃതും വിഷവും എന്ന് പറയുന്നത് പോലെ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ അമൃത വിഷമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾ പല കുട്ടികൾക്കും
ഒരു പ്രശ്നം അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതെനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം ഒരു ദിവസം ഇപ്പം രാവിലെ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റു, അതൊക്കെ നമ്മുടെ ഫിക്സ്ഡ് ടൈം ടേബിളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോ ഹോസ്റ്റലിലോ എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് ഡോപ്പമിനൊക്കെ റിലീസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിരിക്കും. നമ്മുടെ വൈകുന്നേരത്തെ കാര്യങ്ങളും വർത്താനം ചിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും. ചായയൊക്കെ കുടിച്ച് സെറ്റായി അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒന്ന് നമ്മൾ ഡിന്നറൊക്കെ ഒന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഉറക്കം ഇങ്ങോട്ട് വരും. പഠിക്കാനായിട്ട് പറ്റത്തില്ല. കുറച്ച് നേരം ഇരിക്കും, മേ ബി ഒരു 1/2 hour to 1 hour ഒക്കെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ ശേഷം നല്ല തൂങ്ങി അങ്ങോട്ട് വീഴും അല്ലേ. അതാണ് കൂടുതൽ കുട്ടികൾ പിന്നെ എഴുന്നേക്കുന്നത്. പിന്നെ അവർ ചിന്തിക്കുന്നത് ഞാനൊരു 1/2 hour ഉറങ്ങിയിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കാം. പക്ഷേ എഴുന്നേക്കുന്നത് പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ ഇത് കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് യെസ്, ഫേസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ്. ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു 1/2 hour നിങ്ങൾക്ക് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒന്ന് കിടന്നുറങ്ങാം. അതായത് കിടന്നുറങ്ങാൻ പറ്റില്ല, ഇരുന്ന്, അതായത് കമിഴ്ന്ന് അങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റും. അതൊരു ചെറിയ നാപ്പായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു നാപ്പ് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം നിങ്ങൾക്ക് വളരെയധികം കുറയും. ആൻഡ് ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ ഉറങ്ങാൻ പറ്റണമെന്നില്ല. പക്ഷെ ഞാൻ ഇത് എന്നിൽ ശീലിച്ചിട്ടുണ്ട്, അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ ഒരു പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതേ ടൈം ആകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് ഒരു 10-15 മിനിറ്റ് കിടക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് അത് കഴിഞ്ഞ് നല്ല കൂളായിട്ട് എഴുന്നേക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലർക്ക് ഉച്ചയ്ക്ക് അങ്ങനെ തീരെ പറ്റത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നിട്ട്, അതായത് നിങ്ങളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ളൊരു ആദ്യത്തെ ഒരു 1/2 hour അല്ലെങ്കിൽ 15 minutes അത് നിങ്ങൾക്ക് കിടക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ കിടക്കുവാണെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾ ഒരു 1/2 hour നിങ്ങൾ എണീക്കും. ഒരുപാട് നേരം നിങ്ങൾക്ക് ആ വൈകുന്നേരം നിങ്ങൾ ചെന്നുടനെ നിങ്ങൾക്ക് ഒരുപാട് നേരം ഉറങ്ങാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്, പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേക്കുന്ന അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ എന്തായിരുന്നാലും 1/2 hour എണീക്കും. അല്ല എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരടുത്ത് പറയാം നിങ്ങൾ ഒരു 1/2 hour കഴിഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കണം അല്ലെങ്കിൽ വിളിക്കണം എന്നുള്ളത് പറയാം. അല്ലെ അലാം സെറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്തായിരുന്നാലും രാത്രി ആ ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നതിനേക്കാളും വേഴ്സ് ആവത്തില്ല ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതിൻ്റെ നിങ്ങൾ എഴുന്നേക്കും. നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല എനർജി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് ട്രസ്റ്റ് മീ, ഇത്രയും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഇതിൽ കൂടുതലൊരു സൊല്യൂഷൻ എനിക്ക് തോന്നുന്നില്ല വേറൊരാൾക്ക് തരാൻ പറ്റുമെന്നുള്ളത്. ബിക്കോസ് അത്രയും ഇത് എന്താ പറയുക, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുത്ത് ഡെവലപ്പ് ചെയ്ത് അനുഭവമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ആൻഡ് ഇത് വർക്കൗട്ട് ആകും. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് യൂസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ആകട്ടെ, ഒരാൾക്കെന്നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ. Living life up in the fast lane. Hey.